എല്ലാ കുട്ടികൾക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ് എന്നുള്ള പാഠഭാഗമാണ്. ക്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ് എന്നുള്ള പാഠഭാഗമാണ്. അപ്പം നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ട്രാവലിംഗ് ഓൾവേസ് എക്സൈറ്റ്സ് അസ്. യാത്ര എപ്പോഴും നമ്മളെ ആവേശഭരിതരാക്കുന്നു. ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്ര. ഓൾവേസ് എപ്പോഴും. എക്സൈറ്റേഴ്സ് ആവേശഭരിതരാക്കുന്നു. അസ് നമ്മെ. അസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മെ. ഹിയർ ഈസ് എ ബ്രീഫ് ട്രാവൽ നോട്ട്. ഇവിടെ ഒരു ചെറിയ യാത്രാക്കുറിപ്പുണ്ട്. ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ. ബ്രീഫ് ചെറിയ. ട്രാവൽ നോട്ട് യാത്രാക്കുറിപ്പ്. ട്രാവൽ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്രാക്കുറിപ്പ്. എബൌട്ട് എ കൺട്രി ജസ്റ്റ് അക്രോസ് ദ സീ. കടലിന് അക്കരെയുള്ള ഒരു രാജ്യത്തിനെ കുറിച്ച്. കടലിന് അക്കരെയുള്ള രാജ്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ യാത്രാക്കുറിപ്പാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ പേരാണ് UAE. എന്താണ്? UAE. UAEയുടെ ഫുൾ ഫോമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അപ്പോൾ നമ്മുടെ UAE എന്നുള്ള രാജ്യത്ത് 7 എമിറേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരാൾ ഈ ഒരു UAEയിലേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ ആ ഒരു UAE എന്നുള്ള കൺട്രിയിൽ അദ്ദേഹം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരായ ക്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ക്ലിംസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിംസസ് എന്ന് പറഞ്ഞാൽ കാഴ്ചകളാണ്. എന്താണ്? കാഴ്ചകളാണ്. ഓഫ് ദ എമിറേറ്റ്സ്. എമിറേറ്റ്സിലെ കാഴ്ചകൾ. എമിറേറ്റ്സിലെ കാഴ്ചകൾ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. വാട്ട് വുഡ് അവൈറ്റ്. എന്തായിരിക്കും കാത്തിരിക്കുന്നത്? അവൈറ്റ് എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക. ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് ഇൻ UAE ഒരു ആകസ്മികമായി എത്തിയ സഞ്ചാരിയെ. ആക്സിഡൻ്റൽ എന്ന് പറഞ്ഞാൽ ആകസ്മികമായി. ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ സഞ്ചാരി. ഐ വാണ്ടേഡ് ഞാൻ ചിന്തിച്ചു. ആസ് ഐ കെയിം ഔട്ട് ഓഫ് ദ എയർപോർട്ട് എയർപോർട്ടിൽ നിന്നും പുറത്തു വന്നപ്പോൾ ഇൻ ടു ദ ഓപ്പൺ എയർ ആ ഒരു തുറന്ന അന്തരീക്ഷത്തിലേക്ക്. എയർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം. യെസ് അതെ. ഐ വാസ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് ഞാനൊരു ആകസ്മികമായി എത്തിയ സഞ്ചാരിയാണ്. ഐ ഹാഡ് ബീൻ ടു ഒമാൻ ഞാൻ ഒമാനിലേക്ക് വന്നതായിരുന്നു. ഒമാൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥലമാണ്. ടു സ്റ്റേ വിത്ത് മൈ നീസ് എൻ്റെ നീസിൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റേ എന്ന് പറഞ്ഞാൽ താമസിക്കുക. വിത്ത് കൂടെ. നീസ് എന്ന് പറഞ്ഞാൽ സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകളാണ്. ഐ ഹാഡ് ജസ്റ്റ് സ്ക്വീസ്ഡ് ഇൻ 2 days ഓൺ മൈ വേ ബാക്ക് ഹോം. ഇവിടെ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹം തൻ്റെ നീസിൻ്റെ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി വന്നതായിരുന്നു. നീസിൻ്റെ വീട് എവിടെയാണ്? ഒമാനിലാണ് അല്ലേ? അപ്പോൾ ഒമാനിൽ നിന്നും അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് അദ്ദേഹത്തിന് എമിറേറ്റ്സിലേക്കുള്ള ഒരു യാത്ര വന്നത്. എമിറേറ്റ്സിലേക്കുള്ള ഒരു ട്രിപ്പ് അദ്ദേഹത്തിന് പെട്ടെന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടായി തോന്നി. ആ ഒരു ട്രിപ്പ് 2 ദിവസത്തേക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഐ ഹാഡ് ജസ്റ്റ് സ്ക്വീസ്ഡ് ഇൻ 2 days ഞാൻ 2 ദിവസത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഞെരുക്കം അനുഭവിച്ചു. ഓൺ മൈ വേ ബാക്ക് ഹോം ഞാൻ വീട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുമ്പോൾ. ബട്ട് 2 days were enough to give me an eyeful and plenty of food for thought. ബട്ട് 2 days പക്ഷേ ഈ 2 ദിവസം were enough എനിക്ക് മതിയായിരുന്നു. ടു ഗിവ് മീ an eyeful മനോഹരമായ കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട്. ഐഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മനോഹരമായ. ആൻഡ് പ്ലെൻറ്റി ഓഫ് ഫുഡ് ഫോർ തോട്ട് എൻ്റെ ചിന്തകൾക്ക് ധാരാളം മെമ്മറീസ് നൽകി. എൻ്റെ ചിന്തകൾക്ക് ധാരാളം അനുഭവങ്ങൾ നൽകി. അപ്പോൾ ഈ ഒരു യാത്ര അദ്ദേഹത്തിന് പല കാര്യങ്ങൾ നൽകി. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു യാത്രയിലൂടെ പലതരം അനുഭവങ്ങളും മെമ്മറീസും അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് പറയുന്നത്. ദ ഡെൻസ് ക്ലൗഡ്സ് ഹോവറിങ് അബോവ് ദ വിങ്സ് ഓഫ് ദ എയർക്രാഫ്റ്റ് ഹാഡ് ഓൾറെഡി ഗിവൻ മീ ആൻ ഐഫുൾ. അതായത് വിമാനത്തിൻ്റെ ചിറകുകളിൽ തങ്ങി നിൽക്കുന്ന ഇടതൂർന്ന മേഘങ്ങൾ എനിക്ക് ആദ്യം തന്നെ വളരെ മനോഹരമായൊരു ദൃശ്യം നൽകിയിരുന്നു. ദ ഡെൻസ് ക്ലൗഡ്സ് ഇടതൂർന്ന മേഘങ്ങൾ. ഡെൻസ് എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന. ക്ലൗഡ്സ് മേഘങ്ങൾ. ഹോവറിങ് അബോവ് ദ വിങ്സ് ചിറകുകളിൽ തങ്ങി നിൽക്കുന്ന. ഹോവറിങ് എന്ന് പറഞ്ഞാൽ തങ്ങി നിൽക്കുക. വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ. ഓഫ് ദ എയർക്രാഫ്റ്റ് വിമാനത്തിൻ്റെ. ഹാഡ് ഓൾറെഡി അത് ആദ്യം തന്നെ ഗിവൻ മീ എനിക്ക് നൽകിയിരുന്നു. ആൻ ഐഫുൾ ഒരു മനോഹരമായ ദൃശ്യം. ആൻഡ് ദ ഡിസേർട്ട് വിച്ച് സീംഡ് ടു സ്ട്രെച്ച് എൻഡ്ലെസ്ലി വാസ് എ സ്പെക്ടക്കിൾ ടു. അവസാനമില്ലാതെ നീണ്ടുകിടക്കുന്ന മരുഭൂമി ഒരു കാഴ്ച തന്നെയായിരുന്നു. ആൻഡ് ദ ഡിസേർട്ട് മരുഭൂമിയും. വിച്ച് സീംഡ് അത് തോന്നിയിരുന്നു. ടു സ്ട്രെച്ച്
പരന്നു കിടക്കുന്നത് പോലെ. സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു കിടക്കുക. എൻഡ്ലെസ്ലി അന്ത്യമില്ലാതെ. എൻഡ്ലെസ്ലി എന്ന് പറഞ്ഞാൽ അന്ത്യമില്ലാതെ. വാസ് എ സ്പെക്ടക്കിൾ ടു അതും ഒരു കാഴ്ചയായിരുന്നു. സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞാൽ കാഴ്ച. The long drive in my friend Asogan's car from Ras Al Khaimah to Abu Dhabi was a memorable experience. എൻ്റെ ഫ്രണ്ടായിട്ടുള്ള അശോകൻ്റെ കാറിൽ റാസ് അൽ ഖൈമ മുതൽ അബുദാബി വരെയുള്ള ആ ഒരു നീണ്ട യാത്ര വളരെ അവിസ്മരണീയമായൊരു അനുഭവമായിരുന്നു. എ ലോങ് ഡ്രൈവ് ഒരു നീണ്ട യാത്ര. ലോങ് എന്ന് പറഞ്ഞാൽ നീണ്ട, ഡ്രൈവ് യാത്ര. ഇൻ മൈ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള അശോകാൻസ് കാർ അശോകൻ്റെ കാറിൽ. ഫ്രം റാസ് അൽ ഖൈമ ടു അബുദാബി റാസ് അൽ ഖൈമ മുതൽ അബുദാബി വരെയുള്ള വാസ് എ മെമ്മറബിൾ എക്സ്പീരിയൻസ്. ആ ഒരു യാത്ര വളരെ അവിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നു. മെമ്മറബിൾ അവിസ്മരണീയമായ, എക്സ്പീരിയൻസ് അനുഭവം. വി നെവർ ഗോട്ട് ടയേർഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദ ബീച്ച്. ഞങ്ങൾക്ക് മടുത്തിരുന്നില്ല. എന്താണ് മടുക്കാതിരുന്നത്? വണ്ടി നിർത്തി ആ ഒരു ബീച്ചിലേക്ക് ഇറങ്ങുന്നതിനൊന്നും ഞങ്ങൾക്ക് മടുപ്പ് തോന്നിയിരുന്നില്ല. വി നെവർ ഗോട്ട് ടയേർഡ് ഞങ്ങൾക്ക് മടുപ്പ് തോന്നിയിരുന്നില്ല. ഓഫ് സ്റ്റോപ്പിംഗ് നിർത്തുന്നതിനും ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദ ബീച്ച് ബീച്ചിലേക്ക് ഇറങ്ങുന്നതിനും. വെഞ്ചറിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. ദ സീ ഹാഡ് ദ സെയിം സെറീന അപ്പിയറൻസ് എവ്രിവെയർ. ദ സീ ഹാഡ് കടലിനുണ്ടായിരുന്നു. ദ സെയിം സെറീന അപ്പിയറൻസ് ഒരേപോലെയുള്ള ശാന്തമായ ഭാവം. എവ്രിവെയർ എല്ലായിടത്തും. അപ്പോൾ സെറീന എന്ന് പറഞ്ഞാൽ ശാന്തമായ, അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഭാവം, എവ്രിവെയർ എല്ലായിടത്തും. വൺ ഫീൽസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലേസ് അറ്റ് ദിസ് ക്വൈറ്റ് ബീച്ചസ്. ഈ ഒരു ശാന്തമായ ബീച്ചിൽ സ്വർഗീയ ആനന്ദം തോന്നുമായിരുന്നു. വൺ ഫീൽസ് തോന്നുമായിരുന്നു. ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തോന്നുക. എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് ഒരു സ്വർഗീയ ആനന്ദം. ഹെവൻലി ബ്ലിസ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ ആനന്ദം. അറ്റ് ദിസ് ക്വൈറ്റ് ബീച്ചസ് ഈ ഒരു ശാന്തമായ ബീച്ചിൽ. ക്വൈറ്റ് എന്ന് പറഞ്ഞാൽ ശാന്തമായ. ഇനി മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കാം. അറ്റ് സ്വിഹാൻ ഇൻ അബുദാബി അബുദാബിയിലെ സ്വിഹാനിൽ ഐ കൗട്ട് സൈറ്റ് ഓഫ് സംതിങ് അൺഎക്സെപ്റ്റഡ്. അപ്രതീക്ഷിതമായിട്ട് ഞാൻ പെട്ടെന്നൊരു കാഴ്ച കണ്ടു. ഐ കൗട്ട് സൈറ്റ് പെട്ടെന്നൊരു കാഴ്ച കണ്ടു. ഇവിടെ കൗട്ട് എന്നുള്ളതിൻ്റെ അർത്ഥം പെട്ടെന്ന് എന്നാണ്. സൈറ്റ് എന്ന് പറഞ്ഞാൽ കാഴ്ച. ഓഫ് സംതിങ് അൺഎക്സെപ്റ്റഡ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ. അൺഎക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതം. ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. അത് നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിലേക്കുള്ള പ്രവേശനമായിരുന്നു. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ പ്രവേശനം. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ആയിരുന്നു അത്. ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ. പ്രൊഡ്യൂസിങ് എ സ്റ്റുപ്പൻഡസ് 1.2 കിലോ വാട്ട് ഓഫ് പവർ. ഇവിടെ GW എന്ന് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഫുള്ളാണ് കിലോ വാട്ട്. ഓക്കെ, അപ്പോൾ അത് അത്ഭുതകരമായിട്ട് 1.2 കിലോ വാട്ട് ഓഫ് പവർ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ടൂറിസ്റ്റേഴ്സ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ്. സഞ്ചാരികളെ ഉള്ളിലേക്ക് കടത്തിയിരുന്നില്ല. ടൂറിസ്റ്റേഴ്സ് ആർ നോട്ട് അലൗഡ് സഞ്ചാരികളെ അനുവദിച്ചിരുന്നില്ല. ഇൻസൈഡ് ഉള്ളിലേക്ക്. അലൗഡ് എന്ന് പറഞ്ഞാൽ അനുവദിക്കുക. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്. ഐ ഹാഡ് ടു സാറ്റിസ്ഫൈ എനിക്ക് സംതൃപ്തിപ്പെടേണ്ടി വന്നു. സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ സംതൃപ്തി. മൈസെൽഫ് സ്വയം. വിത്ത് ദ മാഗ്നിഫിക്കൻറ്റ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ പവർ പ്ലാന്റ് ഓൺ ദ നെറ്റ്. നെറ്റിലുള്ള മനോഹരമായിട്ടുള്ള ആ ഒരു പവർ പ്ലാന്റിൻ്റെ ഫോട്ടോഗ്രാഫ് കണ്ടിട്ട് സ്വയം സംതൃപ്തിപ്പെടുത്തേണ്ടി വന്നു. കാരണം എന്താണ്? സഞ്ചാരികളെ ആ ഒരു സോളാർ പവർ പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് കടത്തുകയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നെറ്റിലുള്ള ഈ ഒരു സോളാർ പവർ പ്ലാന്റിൻ്റെ മനോഹരമായ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് സ്വയം സംതൃപ്തിപ്പെടുത്തേണ്ടി വന്നു. ഐ ഹാഡ് ടു സാറ്റിസ്ഫൈ എനിക്ക് സംതൃപ്തിപ്പെടുത്തേണ്ടി വന്നു. മൈസെൽഫ് സ്വയം. വിത്ത് എ മാഗ്നിഫിക്കൻറ്റ് ഫോട്ടോഗ്രാഫ്സ് മനോഹരമായ ഫോട്ടോകൾ കണ്ടുകൊണ്ട്. മാഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ മനോഹരമായ. ഓഫ് ദ പവർ പ്ലാന്റ് ആ ഒരു പവർ പ്ലാന്റിൻ്റെ. ഓൺ ദ നെറ്റിലുള്ള. അപ്പോൾ നെറ്റിലുള്ള മനോഹരമായ ആ ഒരു പവർ പ്ലാന്റിൻ്റെ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് സ്വയം സംതൃപ്തിപ്പെടുത്തേണ്ടി വന്നു. ദ പ്ലാന്റ് ഹാസ് എൻ അമേസിങ് 3.2 മില്യൺ സോളാർ പാനൽസ്. ആ ഒരു സോളാർ പവർ പ്ലാന്റിൽ 3.2 ലക്ഷം
സോളാർ പാനൽസ് ഉണ്ടായിരുന്നു. ദ പ്ലാന്റ് ഹാസ്, ആ ഒരു പ്ലാന്റിന് ഉണ്ടായിരുന്നു. ഹാസ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. ആൻ അമേസിങ്, അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ 3.2 മില്യൺ സോളാർ പാനൽസ്, 3.2 ലക്ഷം സോളാർ പാനലുകൾ. അപ്പോൾ ആ ഒരു പവർ പ്ലാന്റിൽ 3.2 ലക്ഷം സോളാർ പാനലുകൾ ഉണ്ടായിരുന്നു. ഐ വിഷ്, ഞാൻ ആഗ്രഹിച്ചു. വിഷ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു. ടൂറിസ്റ്റ്സ് വേർ ഗിവൻ ആൻ ഏരിയൽ വ്യൂ ഓഫ് ദ പ്ലാന്റ്, സഞ്ചാരികൾക്കും ആ ഒരു പവർ പ്ലാന്റിൻ്റെ ഏരിയൽ വ്യൂ നൽകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഏരിയൽ വ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു പവർ പ്ലാന്റിൻ്റെ എല്ലാ ദൃശ്യങ്ങളെയുമാണ് നമ്മൾ ഏരിയൽ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് സഞ്ചാരികൾക്ക് അനുവദിച്ചില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുകയാണ് ആ ഒരു പവർ പ്ലാന്റിൻ്റെ ഏരിയൽ വ്യൂ സഞ്ചാരികൾക്കും അനുവദിക്കണമെന്ന്. ഐ വാസ് ആബിൾ ടു വ്യൂ ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, വലിയ ബുർജ് ഖലീഫയെ കാണാൻ എനിക്ക് സാധിച്ചു. ഐ വാസ് ആബിൾ, എനിക്ക് സാധിച്ചു. ആബിൾ എന്ന് പറഞ്ഞാൽ സാധിച്ചു. ടു വ്യൂ, കാണാൻ വേണ്ടിയിട്ട്. വ്യൂ എന്ന് പറഞ്ഞാൽ കാണുക. ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, വലിയ ബുർജ് ഖലീഫയെ. ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്, അത് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമാണ്. ടോളസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ, ബിൽഡിംഗ് കെട്ടിടം. ഇൻ ദ വേൾഡ്, ലോകത്തിലെ. ക്ലൈംബിംഗ് ഇറ്റ്, അതിനെ കയറുക എന്നത്. ഓൾ ദ വേ അപ്പ്, താഴെ നിന്ന് മുകളിലേക്ക്. വുഡ് ടേക്ക് യു ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ്, അത് നിങ്ങളെ ലോകത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകും. അതായത് ആ ഒരു ബുർജ് ഖലീഫ താഴെ നിന്ന് മുകളിലേക്ക് കയറുക എന്നുള്ളത് വളരെ അസാധ്യമാണ്. നിങ്ങളിനി അതുപോലെ കയറിയാൽ തന്നെ നിങ്ങൾ ലോകത്തിൻ്റെ മുകളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ്, തീർച്ചയായും. ഐ കുഡ് നോട്ട് ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. എ ബോട്ട് റൈഡ് അറ്റ് ബുർ ദുബായ് ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. വൈകുന്നേരത്തിൻ്റെ അവസാനത്തിൽ ബുർ ദുബായിൽ വെച്ച് നടന്ന ബോട്ട് യാത്ര വളരെ കൗതുകകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. എ ബോട്ട് റൈഡ്, ഒരു ബോട്ട് യാത്ര. അറ്റ് ബുർ ദുബായിൽ വെച്ചുള്ള. ലേറ്റ് ഇൻ ദ ഈവനിങ്, വൈകുന്നേരത്തിൻ്റെ അവസാനത്തിൽ. വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്, അതൊരു കൗതുകകരമായ അനുഭവമായിരുന്നു. ഫാസിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൗതുകകരമായ, എക്സ്പീരിയൻസ് അനുഭവം. ലേറ്റ് ഇൻ ദ ഈവനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകുന്നേരത്തിൻ്റെ അവസാനം. അതിൽ ലേറ്റ് എന്ന് പറഞ്ഞാൽ അവസാനം. The dazzling lights and their reflection on the creek give you a feeling of being out of the world. തിളങ്ങുന്ന പ്രകാശവും അതുപോലെ അരുവിയിലുള്ള അതിൻ്റെ പ്രതിഫലനവും നിങ്ങൾ ലോകത്തിൻ്റെ പുറത്താണെന്ന ഒരു തോന്നൽ നിങ്ങളിൽ ഉളവാക്കും. ദ ഡാസ്ലിംഗ് ലൈറ്റ്സ്, തിളങ്ങുന്ന പ്രകാശവും. ആൻഡ് ദെയർ റിഫ്ലക്ഷൻ, അതുപോലെ അവയുടെ പ്രതിഫലനവും. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലനം. ഓൺ ദ ക്രീക്ക്, അരുവിയിൽ. ക്രീക്ക് എന്ന് പറഞ്ഞാൽ അരുവി. ഗിവ് യു എ ഫീലിംഗ്, അത് നിങ്ങൾക്കൊരു തോന്നൽ തരും. ഫീൽ എന്ന് പറഞ്ഞാൽ തോന്നൽ. ഓഫ് ബീങ് ഔട്ട് ഓഫ് ദ വേൾഡ്, നിങ്ങൾ ലോകത്തിൻ്റെ പുറത്താണെന്ന്. അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ പുറത്താണെന്നൊരു ഫീലിംഗ് തരും. ആര്? തിളങ്ങുന്ന പ്രകാശവും അതുപോലെ അരുവിയിലുള്ള അതിൻ്റെ പ്രതിഫലനവും. It was only matched by a ride on the metro from Al Nahda to stadium. അൽ നെഹ്ദ മുതൽ സ്റ്റേഡിയം വരെയുള്ള മെട്രോ യാത്രയിലൂടെ മാത്രമേ നിങ്ങൾക്ക് അത്തരമൊരു അനുഭവം സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ് വാസ് ഓൺലി മാച്ച്ഡ്, അത് സാധ്യമാവുകയുള്ളൂ ബൈ എ റൈഡ്, ഒരു യാത്രയിലൂടെ. മാച്ച്ഡ് എന്ന് പറഞ്ഞാൽ സാധ്യമാവുക, റൈഡ് എന്ന് പറഞ്ഞാൽ യാത്ര. ഓൺ ദ മെട്രോ, മെട്രോയിലുള്ള. ഫ്രം അൽ നെഹ്ദ ടു സ്റ്റേഡിയം, അൽ നെഹ്ദ മുതൽ സ്റ്റേഡിയം വരെയുള്ള. വാച്ചിങ് ദ ലാൻഡ്സ്കേപ്പ് ഫ്രം എ ട്രെയിൻ ഈസ് ഓൾവേസ് എൻ്റർടൈനിങ്. ട്രെയിനിൽ നിന്നും ഭൂപ്രകൃതി കാണുന്നത് വളരെയധികം രസകരമാണ്. വാച്ചിങ്, കാണുന്നത്. ദ ലാൻഡ്സ്കേപ്പ്, ഭൂപ്രകൃതി. ഫ്രം എ ട്രെയിൻ, ഒരു ട്രെയിനിൽ നിന്ന്. ഈസ് ഓൾവേസ് എൻ്റർടൈനിങ്, അത് എപ്പോഴും രസകരമാണ്. എൻ്റർടൈനിങ് എന്ന് പറഞ്ഞാൽ രസകരം. ബട്ട് ഹിയർ വാസ് എ ലാൻഡ്സ്കേപ്പ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എവർ സീൻ. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് തികച്ചും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ബട്ട് ഹിയർ, പക്ഷേ ഇവിടെ. വാസ് എ ലാൻഡ്സ്കേപ്പ്, അതൊരു ഭൂപ്രകൃതിയായിരുന്നു. ടോട്ടലി ഡിഫറെൻറ്റ്, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള. ഫ്രം എനിത്തിങ്, എല്ലാത്തിൽ നിന്നും. ഐ ഹാഡ് എവർ സീൻ, ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച്. ബട്ട് നത്തിങ് മാച്ച്ഡ് ദ ലൂവ്രെ അബുദാബി മ്യൂസിയം. പക്ഷേ ലൂവ്രെ അബുദാബി മ്യൂസിയവുമായിട്ട് ഒന്നും മാച്ച് ആവുകയില്ല. എ മാർവൽ ബൈ എനി സ്റ്റാൻഡേർഡ്സ്, നമ്മളൊരു മാനദണ്ഡം വെച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെയധികം അത്ഭുതമാണ്. മാർവൽ എന്ന് പറഞ്ഞാൽ അത്ഭുതം, സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ മാനദണ്ഡം. ഇറ്റ് ഹൗസസ്, ഇത് ഉൾക്കൊള്ളുന്നു. സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് ആർക്കിയോളജിക്കൽ റിമൈൻസ്, ലോകത്തിലെ ഏറ്റവും
കൗതുകകരമായിട്ടുള്ള പുരാവസ്തു അവശിഷ്ടങ്ങൾ. ഇതെന്താണ് ഉൾക്കൊള്ളുന്നത്? ലോകത്തിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള പുരാവസ്തു അവശിഷ്ടങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഫാസിനേറ്റിംഗ്. ലോകത്തിലെ ഏറ്റവും കൗതുകകരമായ, ഫാസിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൗതുകകരമായ, ആർക്കിയോളജിക്കൽ പുരാവസ്തു റിമൈൻസ് അവശിഷ്ടം. അപ്പോൾ ആർക്കിയോളജിക്കൽ റിമൈൻസ് എന്ന് പറഞ്ഞാൽ പുരാവസ്തു അവശിഷ്ടങ്ങൾ. അതുപോലെ പെയിൻറ്റിങ്സ് ചിത്രങ്ങൾ, സ്കൾപ്ചേഴ്സ് ശില്പങ്ങൾ, ആൻഡ് അതർ ആർട്ടിഫാക്ട്സ് അതുപോലെ മറ്റു കലാസൃഷ്ടികൾ. ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ കലാസൃഷ്ടി. ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ കലാസൃഷ്ടി. ഇത് ക്യാരീസ് ഇത് ഉപയോഗിക്കുന്നു. ക്യാരീസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നു. ദ നെയിം ഓഫ് ദ ഫേമസ് ലൂവ്രെ മ്യൂസിയം ഇൻ ഫ്രാൻസ് ഓൺ എൻ എഗ്രിമെൻറ്റ്. ഒരു കരാറ് പ്രകാരം ഫ്രാൻസിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ലൂവ്രെ മ്യൂസിയത്തിൻ്റെ പേരിത് ഉപയോഗിക്കുന്നുണ്ട്. ദ നെയിം ഓഫ് ദ ഫേമസ് ലൂവ്രെ മ്യൂസിയം ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ പ്രസിദ്ധമായിട്ടുള്ള ലൂവ്രെ മ്യൂസിയത്തിൻ്റെ പേര് ഓൺ എൻ എഗ്രിമെൻറ്റ് ഒരു കരാറ് പ്രകാരം. ഇറ്റ് ഹാസ് ഓൾസോ റെൻറ്റഡ് മോർ ദാൻ 300 പീസസ് ഫ്രം ദ ലൂവ്രെ ഫോർ ഡിസ്പ്ലേ. ഫ്രാൻസിലെ ലൂവ്രെ മ്യൂസിയത്തിൽ നിന്നും 300-ലധികം കാഴ്ചകൾ പ്രദർശനത്തിന് വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഓൾസോ റെൻറ്റഡ് ഇത് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. മോർ ദാൻ 300 പീസസ് 300-ലധികം കാഴ്ചകൾ. മോർ ദാൻ എന്ന് പറഞ്ഞാൽ അധികം, പീസസ് എന്ന് പറഞ്ഞാൽ കാഴ്ചകൾ. ഫ്രം ദ ലൂവ്രെ ലൂവ്രയിൽ നിന്നും. ഫോർ ഡിസ്പ്ലേ പ്രദർശനത്തിന് വേണ്ടിയിട്ട്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ പ്രദർശനം. ഐ തോട്ട് ഞാൻ ചിന്തിച്ചു. ഇറ്റ് ടെറിബ്ലി അൺലക്കി ഓഫ് മീ ടു ഹാവ് സ്പെൻഡ് ഓൺലി ഹാഫ് എ ഡേ ഇൻ ദ മ്യൂസിയം. ഈ ഒരു മ്യൂസിയത്തിൽ ദിവസത്തിൻ്റെ പകുതി മാത്രം ചെലവഴിച്ചതിൽ എനിക്ക് വളരെയധികം നിർഭാഗ്യമായി തോന്നുന്നു. ഇറ്റ് ടെറിബ്ലി വളരെയധികം, അൺലക്കി നിർഭാഗ്യം, ഓഫ് മീ എനിക്ക്, ടു ഹാവ് സ്പെൻഡ് ചെലവഴിച്ചത്. സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുക. ഓൺലി ഹാഫ് എ ഡേ ഒരു ദിവസത്തിൻ്റെ പകുതി മാത്രം. ഹാഫ് എ ഡേ എന്ന് പറഞ്ഞാൽ ദിവസത്തിൻ്റെ പകുതി. ഇൻ ദ മ്യൂസിയം ഈ ഒരു മ്യൂസിയത്തിൽ. ഐ വുഡ് ഹാവ് ലവ്ഡ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് എ വീക്ക്. കുറഞ്ഞത് ഒരു ആഴ്ചയെങ്കിലും ഈ ഒരു മ്യൂസിയത്തിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു. ഐ വുഡ് ഹാവ് ലവ്ഡ് ഞാൻ ആഗ്രഹിച്ചു. ടു സ്പെൻഡ് ചിലവഴിക്കാൻ വേണ്ടിയിട്ട്. അറ്റ്ലീസ്റ്റ് എ വീക്ക് കുറഞ്ഞതൊരു ആഴ്ചയെങ്കിലും. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത്, വീക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ച. ഓൺ ബോർഡിംഗ് ദ ഫ്ലൈറ്റ് ടു കാലിക്കറ്റ്. കാലിക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ് കയറുമ്പോൾ. ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ കയറുക. ഐ വിഷ്ഡ് ഞാൻ ആഗ്രഹിച്ചു. ഐ ഹാഡ് മോർ ടൈം ഫോർ എ വിസിറ്റ് ലൈക്ക് ദിസ്. എനിക്ക് ഇനിയും ഇതുപോലെയുള്ള ഒരു സന്ദർശനം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു. ഐ വിഷ്ഡ് ഞാൻ ആഗ്രഹിച്ചു. ഐ ഹാഡ് മോർ ടൈം എനിക്ക് കൂടുതൽ സമയം കിട്ടുക. ഫോർ എ വിസിറ്റ് ലൈക്ക് ദിസ് ഇത്തരത്തിലുള്ള ഒരു സന്ദർശനത്തിന്. വിസിറ്റ് എന്ന് പറഞ്ഞാൽ സന്ദർശനം. അറ്റ്ലീസ്റ്റ് 2 വീക്സ് കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും എനിക്ക് ഇത്തരമൊരു ട്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. അനദർ ടൈം മറ്റൊരു സമയത്ത്. ഐ മൈറ്റ് ഗെറ്റ് എ ചാൻസ് അഗെയിൻ. എനിക്ക് തീർച്ചയായും വീണ്ടും ഒരു അവസരം ലഭിക്കും. ചാൻസ് എന്ന് പറഞ്ഞാൽ അവസരം. യു നെവർ നോ നിങ്ങൾക്കൊരിക്കലും അറിയില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഇവിടെ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. എന്താണ് ആഗ്രഹിക്കുന്നത്? ഭാവിയിൽ അതായത് ഇനി ഫ്യൂച്ചറിൽ എനിക്ക് വീണ്ടും ഇതുപോലെയുള്ള ഒരു അവസരം ലഭിക്കുമെന്ന് അദ്ദേഹം തീർത്ത് പറയുകയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ് യു നെവർ നോ നമുക്കതൊരിക്കലും അറിയില്ല. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി.